ഇന്നലെ രാത്രി 10:30 മാരകായുധങ്ങളുമായി എത്തിയ 10ഓളം CPM പ്രവർത്തകരാണ് സുജിത്തിനെ ആക്രമിച്ചത്. വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറിയ സംഘം സുജിത്തിനെ അടിച്ചു പരിക്കേൽപ്പിച്ച ശേഷം വെട്ടുകയായിരുന്നു. തലയ്ക്ക് പിറകിലും കഴുത്തിലുമേറ്റ വെട്ടാണ് മരണകാരണമായതെന്നാണ് കരുതുന്നത്. അക്രമം തടയാനെത്തിയ സുജിത്തിന്റെ അച്ഛൻ ജനാർദ്ദനൻ, അമ്മ സുലോചന, സഹോദരൻ ജയേഷ് എന്നിവർക്കും പരിക്കേറ്റു. സുലോചനയുടെ കൈയെല്ല് പൊട്ടിയിട്ടുണ്ട്. മൂവരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടേറ്റ സുജിത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. രോഗിയായ അച്ഛൻ, അമ്മ, 100 വയസ്സ് കഴിഞ്ഞ മുത്തച്ഛനും മുത്തശ്ശിയും, 2 സഹോദരിമാർ, പൊളിഞ്ഞു വീഴാറായ വീട്. കൂലിപ്പണിയെടുത്താലും വീട്ടുചെലവിനുള്ളത് കണ്ടെത്താൻ ബിനീഷിന് കഴിയാറില്ല. അമ്മയുടെയും അച്ഛൻ്റെയും മരുന്നിനുള്ളത് വേറെ. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നതിനിടയിലാണ് ബിനീഷിന്റെ നേരെ കൊലക്കത്തി ഉയർന്നത്. കുടുംബം അനാഥം. ഇങ്ങനെ പോയാൽ നമ്മളെടുത്തു ഇതൊക്കെ മരുന്ന് മേടിക്കണം, അനക്കും മരുന്നുണ്ട്. എൻ്റെ കാല് പൊട്ടിയിട്ട് ഓന എടുത്തോണ്ട് വരും. ഇപ്പോൾ എടുത്തോണ്ട് ആരുമില്ല. ഇപ്പം വീണ തന്നെയാണ്. എൻ്റെ മോന് കഷ്ടം നമ്മൾ ഇതായി കൊണ്ടാന്ന് വെച്ചിട്ടാണ് അത്രയും ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് തിരിച്ചടി. എൻ്റെ മോന് ഇത് പോയിട്ട് മോൻ വരുന്നൊരു കാര്യം നോക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കില്ല. ഓരും വിളമ്പി കൊടുത്തിട്ട് ഓനൊന്ന് വരെ ഞാൻ ചോറും കൈക്കൊക്കെ വറവും പിന്നെ തക്കാളി ഉള്ളിയും കറിയും വെച്ച കാറ്റ് അച്ഛൻ നമുക്ക് വിളമ്പി കൊടുത്ത് പോകുമ്പോൾ അഞ്ചാങ്ങളമായിട്ട് പപ്പി ചെയ്യുന്നത് പോകും കൊടുത്തിട്ടും കരിയും. പിന്നെ എന്തൊക്കെ പറയാം, ബിനീഷ് തിന്നാൻ വന്നില്ല, ബിനീഷ് വന്നില്ല, വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ്. രോഗബാധിതനായി വീട്ടിൽ കഴിഞ്ഞിരുന്ന ബിനീഷ് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു. രാവിലെ പണിക്ക് പോകുമ്പോൾ തന്നെ ഉള്ള ബക്കറ്റിലും ഭാര്യയിലും എല്ലാം വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെച്ച് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ചോറ് ഊറ്റി വെക്കും. കാരണം അമ്മക്കൊക്കെ പിന്നെ അരി വാദം വന്നതുകൊണ്ട് വാദത്തിൻ്റെ അസുഖമാണ്. അപ്പം ചോറ് ഊറ്റാന്ന് അറിയില്ല, ആവില്ല. ഇവൻ തന്നെ ചോറെല്ലാം ഊറ്റി വെച്ചിട്ടാണ് പണിക്ക് പോവുക. വന്നിട്ടാണ് എല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുക, നോക്കി നടത്തുക. ഈ പ്രായമുള്ള അച്ഛനും അമ്മേൻ്റെ ഡ്രസ്സ് അവൻ തന്നെയാണ് അലക്കുക. വേറെ ആരുമില്ല അവിടെ അലക്കാൻ. ഈ അമ്മേൻ്റെതും ഈ നാട്ടിൽ തന്നെ എല്ലാവർക്കും അറിയാം ബിനീഷ് ആരാന്നുള്ളത്. കൊല്ലപ്പെട്ടതെല്ലാം നിരപരാധികൾ, കുടുംബത്തിന്റെ നെടും തൂണുകൾ. കണ്ണൂരിലെ അക്രമങ്ങൾ കൊലപാതകങ്ങളിൽ അവസാനിക്കുന്നില്ല. ുടെയും കുഞ്ഞുങ്ങളുടെയും തച്ചുടയ്ക്കപ്പെട്ട സ്വപ്നങ്ങൾക്ക് ആർക്കും ഒന്നും പകരം വെക്കാനാകില്ല. ഒരുപാടെല്ലാം തച്ച് പൊളിക്കാൻ തുടങ്ങി, ജനലും വണ്ടി എല്ലാം. അപ്പോഴും നമുക്ക് അരിയോയി നേടുന്ന ആരങ്കോടി പറഞ്ഞു. പക്ഷെ നമ്മളെ രക്ഷിക്കാൻ ഒരാൾ പോലും, അയൽവക്കത്തുനിന്നാവട്ടെ മറ്റില്ല ഒരാൾ പോലും വന്നില്ല. എല്ലാം കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ജനൽ പൊളിക്കുമ്പോൾ മക്കളെ മേക്ക് ചില്ല് പോകുമ്പോൾ ഞാൻ ഓടി അങ്ങോട്ടി. അപ്പം അത്ര വരെ നമ്മൾ വാതിൽ തള്ളി പിടിച്ചിട്ടാണ് ഉണ്ടായി. പിന്നെ മക്കളെ വലിച്ച് വരുമ്പോഴത്തേക്ക് അവരുള്ളിൽ കയറി, ഡോറ് തള്ളി പൊളിച്ചിട്ട് ഉള്ളിൽ കയറിയിട്ട് അവർ എൻ്റെ ബേക്കെന്നാന്ന് ഇവരിങ്ങനെ ഞാൻ മറിഞ്ഞു നിന്നിട്ടാണ് ഉണ്ടായിനി. മറിഞ്ഞു നിന്ന് ഇതാക്കുമ്പോൾ ഞാൻ നന്ദനെ കാണുന്നു. ഇവിടെ നന്ദൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടേരം ഞാൻ പറഞ്ഞു, നന്ദ നീ പറ, ചെയ്യല്ല പറ, കാരണം നീ പറഞ്ഞാൽ ഇവർ കേൾക്കും. അങ്ങനെയാണ് ഞാൻ അവനോട് പറയുമ്പോൾ ഓനെൻ്റെ താലി വലിച്ച് പൊട്ടിച്ച് മാക്സി പറിച്ച് കയറിയിട്ട് എന്നെ തള്ളിയിട്ടിട്ടാണ് വഴക്ക് കൊത്തി വെട്ടിടാ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും കൂടി. പക്ഷെ അന്നേരം ഇങ്ങനെ പറ്റുമെന്ന് ഞാൻ അന്നേരം വിചാരിച്ചിട്ട. പക്ഷെ എൻ്റെ മക്കളെ എന്നെ അനാഥാക്കി. കാലു പിടിച്ചപേക്ഷിച്ചിട്ടും അവർ ചെവിക്കൊണ്ടില്ല. ഓരോ വെട്ടിനു ശേഷവും ഇനി വെട്ടല്ലേ എന്ന ആർത്തനാദവും ആരും കേട്ടില്ല. അറിയാവുന്നവർ തന്നെ രാമചന്ദ്രനെ വീടിന്റെ നടുത്തളത്തിൽ വെട്ടിയെരിഞ്ഞ് മടങ്ങുമ്പോൾ പൊന്നുപോലെ സ്നേഹിച്ച മക്കളും രക്തത്തിൽ കുളിച്ചിരുന്നു. പ്രിയതമനെ ഒന്ന് കെട്ടിപ്പിടിച്ച് യാത്ര പറയാൻ പോലും ജീവൻ അവശേഷിപ്പിക്കാതെയാണ് അക്രമികൾ മടങ്ങിയത്. രക്തം പുരണ്ട നാളുകളുടെ ഓർമ്മയാണ് ഈ കുടുംബത്തിൽ. ഓരോ രാത്രിയും ഭയപ്പാടോടെ ഉറങ്ങാതെ മക്കൾക്കൊപ്പം കഴിച്ചുകൂട്ടുകയാണ് ഈ ജന്മങ്ങൾ. നമുക്കാരിനി ഒരാശ്രയം രോഗിയായ അച്ഛനാന്നില്ലത് ആകെ. പക്ഷെ ഇനി എനിക്ക് ആര് തോന്നാം, കാര്യം ഭയങ്കരമാണ്. അവർക്ക് ഇപ്പോഴും രാത്രിയാകുമ്പം ജനലെല്ലാം എന്തെങ്കിലും എടുത്ത് പൊത്തും ആക്കുമെല്ലാം ചെയ്യുന്നൊരു പേടി അവർക്ക്. കാരണം ആരുമില്ലല്ലോ. പ്രിയപ്പെട്ട അച്ഛനെ വെട്ടിയെറിയുന്നത് നേരിൽ കണ്ട കുരുന്നു മനസ്സുകളിൽ ഇപ്പോഴും ഭീതിയാണ്. രക്തത്തിന്റെ ക്രൂരത എപ്പോഴും മനസ്സിൽ കെടാതെ കിടക്കുന്നു.
2002 മട്ടന്നൂർ ചാവശ്ശേരിയിൽ ബസ്സിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ഉത്തമന്റെ ഏക മകൻ. ഭർത്താവിന്റെ വിയോഗത്തിന്റെ വേദന മനസ്സിലൊതുക്കി മക്കൾക്കു വേണ്ടി മാത്രം ജീവിതം പുനരാരംഭിച്ച നാരായണിയെ വീണ്ടും തകർച്ചയിലേക്ക് വലിച്ചെറിഞ്ഞാണ് അക്രമികൾ മകനെയും കൊലപ്പെടുത്തിയത്. പൂർണ്ണ ഗർഭിണിയായ സഹോദരിക്ക് മരുന്ന് വാങ്ങാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അക്രമി സംഘം വടിവാളുമായി എത്തി രമിത്തിനെ വെട്ടിവീഴ്ത്തിയത്. രമിത്തിന്റെ മരണത്തോടെ ഈ കുടുംബത്തിന്റെയും അത്താണി ഇല്ലാതായി. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ട്. അച്ഛൻ പോയി ഒരു കാരണവശാലും ഒരു കാര്യത്തിനും ചെയ്യാതെ ഒരു യുവത്വം കംപ്ലീറ്റ് മാറാതെ ഒരു കുടുംബത്തെ പോറ്റുന്ന എല്ലാവരെയും ഒരു മകനായി നിൽക്കുന്ന അവൻ പോയാൽ കുടുംബം വലിയ വിഷമം തന്നെയാണ്. ഒരു കുടുംബം പോറ്റുന്ന വ്യക്തിയാണ്. അച്ഛനും പോയി മകനും പോയി. ആ സമയത്ത് അമ്മേനും കൊന്ന വിഷമമില്ലായിരുന്നു, നമുക്ക് അവൻ മളിയും കൊന്നതായിരുന്നു. രമിത്തിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതിന്റെ കാരണവും വീട്ടുകാർക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല. അച്ഛന്റെ ശവകുടീരത്തിനടുത്ത് 26-ാം വയസ്സിൽ മകനുമെത്തി. അമ്മയെയും സഹോദരിയെയും തനിച്ചാക്കി. കൊന്നുപോ നിങ്ങളെന്നച്ഛനെ, കണ്ണുകൾ എന്നും കണി കണ്ടൊരെന്റെ ദൈവത്തിനെ. കൊന്നുപോ നിങ്ങളൻ സ്നേഹഗന്ധത്തിനെ, കൊന്നുപോ നിങ്ങളൻ ജീവിതത്തോടെ. വെട്ടേറ്റ് വീണ് ധർമ്മടത്തുള്ള ഭാര്യയെ ഫോൺ ചെയ്ത് പിന്നീട് ഭാര്യയാണ് അയൽക്കാരെ ഫോൺ ചെയ്ത് വിവരമറിയിച്ചതും ഇവരാണ് വെള്ളം നൽകിയതും. കൊന്നുപോ നിങ്ങളൻ ജീവിതത്തൂണിനെ. കണ്ണൂർ പയ്യന്നൂരിൽ RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. കക്കാമ്പാറയിൽ ബിജുവാണ് കൊല്ലപ്പെട്ടത്. മുമ്പാണ് മുട്ടത്തെ നടുറോഡിൽ വെച്ച് ബിജു വെട്ടേറ്റ് മരിച്ചിരിക്കുന്നത്. ഒരു സംഘം അക്രമികൾ ആയുധങ്ങളുമായി എത്തി നടുറോഡിൽ വെച്ച് ബിജുവിനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരിസരവാസികൾ നൽകുന്ന വിവരം. പടപ്പൊരുതണം, കടലിലകണം, വെട്ടിത്തലകൾ വീഴ്ത്തണം. ചുടുചോര കൊണ്ടു നമ്മൾ ഇനി നടനമാടണം. പടപ്പൊരുതണം, കടലിലകണം, വെട്ടിത്തലകൾ വീഴ്ത്തണം. ചുടുചോര കൊണ്ടു നമ്മൾ ഇനി നടനമാടണം. കടൽ കടന്ന് തങ്കലങ്കയിൽ ദൂരപ്പടക്കുടിയിൽ സേനാപതി സൂര്യ സോനു വന്ന് രാമചന്ദ്രന്റെ യാത്തിരു സന്നിധിയിൽ എന്തിനും ഏതിനും രക്തം കൊടുക്കുവാൻ സുഗ്രീവന്റെ പടക്കൂടെയുണ്ട്. പടപ്പൊരുതണം, കടലിലകണം, വെട്ടിത്തലകൾ വീഴ്ത്തണം. ചുടുചോര കൊണ്ടു നമ്മൾ ഇനി നടനമാടണം. പടപ്പൊരുതണം, കടലിലകണം, വെട്ടിത്തലകൾ വീഴ്ത്തണം. അതിനൊത്തു നീങ്ങണം. അതികായ കാലം ഇവിടെ തലയത്ത്